കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കഥാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസിൽ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ബോണി. കഥാസാഗരം ആരംഭിക്കുകയായി. അതിനു മുമ്പ് കഥാസാഗരം ഒന്ന് പരിചയപ്പെടുത്താം. കഥാസാഗരം കഥകളുടെ പരിപാടിയാണ്. പലതരത്തിലുള്ള കഥകൾ ഇതിലൂടെ കടന്നു വരുന്നു. നാടോടി കഥകളും മുത്തശ്ശിക്കഥകളും ഇതിഹാസങ്ങളും പുരാണങ്ങളും എല്ലാം ഇതിലൂടെ കേൾക്കാം ശ്രോതാക്കൾക്ക്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഏഷ്യയിലെ വിശ്വോത്തര നാടോടി കഥകൾ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ KS വേണുഗോപാൽ എഴുതിയൊരു പുസ്തകത്തിൽ നിന്നെടുത്ത ഒരു ചെറിയ കഥയാണ്. നമുക്ക് അതിലോട്ടങ്ങ് കടക്കാം അല്ലേ, അധികം താമസിക്കണ്ട. ഈ പുസ്തകത്തിൽ പറയുന്നത് ഇത് വളരെ പഴക്കമുള്ള ഒരു മെസപ്പൊട്ടേമിയൻ ഇറാഖ്, അതായത് ഇന്നത്തെ ഇറാഖിലെ കഥയാണെന്നാണ്. ഒരു അസീറിയൻ രാജാവിൻ്റെ ശേഖരത്തിൽപ്പെട്ട കളിമൺ പലകകളിലാണ് ഈ കഥയുടെ മൂലം. ഒരു പക്ഷേ ഏറ്റവും പഴയ ദേവാസുര കഥ ഇതായിരിക്കണം എന്നാണ് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ പണ്ട് അതായത് മെസപ്പൊട്ടേമിയയിലെ യൂഫ്രട്ടിസ്, ടൈഗ്രിസ് നദീ താഴ്വരകൾ ഷിനാർ സമതലമെന്നോ അല്ലെങ്കിൽ ഷൂമർ സമതലമെന്നോ വിളിക്കപ്പെട്ടുകൊണ്ടിരുന്ന ആ നാളുകളിൽ ഭൂമിയിലെ അധികാരത്തിന് വേണ്ടി ദേവന്മാരും അസുരന്മാരും തമ്മിൽ ഒരു ഭയങ്കര സമരം നടന്നു. ആപ്സു ആയിരുന്നു രാക്ഷസ പ്രമാണി. അയാളുടെ ഭാര്യയുടെ പേര് ത്യാമറ്റ്. ലോകാധികാരം പിടിച്ചുപറ്റാൻ ആശിച്ച അവർ ഭൂമിയിൽ ദേവന്മാർ ചെയ്ത സൽപ്രവൃത്തികളെല്ലാം നശിപ്പിക്കാൻ ഭയങ്കരമായ കൊടുങ്കാറ്റുകൾ ഇളക്കിവിട്ടു. താഴ്വരകളിൽ വെള്ളപ്പൊക്കമുണ്ടാക്കി വന്നു. ഒരു ദിവസം അപ്സു തൻ്റെ റാണിയോട് പറഞ്ഞു, ഈ ദേവന്മാർ കൂടെ ശക്തന്മാരാകുന്നു. മനുഷ്യർക്ക് വേണ്ടി അവർ ഭൂമി മനോഹരമാക്കുന്നു. പച്ചപിടിച്ച വയലുകൾ, പൂക്കളാൽ ശോഭിക്കുന്ന നദീതീരത്തുള്ള പൊട്ടപ്പുല്ലുകൾ മധുരമായി മർമരം പൊഴിക്കുന്നു. ചോളം എന്തുമാതിരിയാണെന്നോ വിളയുന്നത് പർവ്വത സാനുക്കളിൽ. ചെമ്മരിയാടുകൾ കൂട്ടമായി മേയുന്നു. നീലിമയാർന്ന ആകാശം, ഉജ്ജ്വലിക്കുന്ന സൂര്യൻ, സുഗന്ധവാഹിയായ മന്ദമാരുതനാകട്ടെ കുളിരേകുന്നു. ഈ ദേവന്മാർ ഭൂമിയെ ഭരിച്ച് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് രാവും പകലും ഒന്നും വിശ്രമിക്കാൻ കൂടി കഴിയുന്നില്ല. എല്ലാം നശിപ്പിച്ച് കളയാൻ എനിക്ക് തോന്നുന്നു. ഈ ഷൂമർ സമതലം മനുഷ്യവാസത്തിന് പറ്റാതാക്കണം. ദേവന്മാർക്ക് അളവറ്റ കഷ്ടപ്പാടും ദുരിതവും വരുത്തിത്തരാം. ത്യാമറ്റ് സമാശ്വസിപ്പിച്ചു. ഈ ത്യാമറ്റ് റാണി ഒരു വലിയ മന്ത്രവാദിനിയായിരുന്നു. അവൾക്ക് ഇഷ്ടമുള്ള രൂപം ധരിക്കുവാനുള്ള കഴിവുണ്ടായിരുന്നു. ദേഷ്യം പിടിച്ചാൽ പെട്ടെന്ന് അവളൊരു ഡ്രാഗണായി മാറി. രാജാവിൻ്റെ അഭ്യർത്ഥന കേട്ടപ്പോൾ അവളൊരു ഡ്രാഗണായി മാറി. ഭയങ്കരമായി ചീറ്റിക്കൊണ്ട് ചിറകുകൾ വിടർത്തി അവൾ ആകാശത്തിലേക്ക് കുതിച്ചു. പെട്ടെന്നൊരു കൊടുങ്കാറ്റ് ഉയർന്നു. പ്രചണ്ഡമാരുതൻ ആകാശത്തിലൂടെ കാർമുകിലുകളെ പറത്തിക്കൊണ്ടിരുന്നു. ഷൂമർ സമതലം കൂരിരുട്ടിലാണ്ടുപോയി. കുന്നുകൾക്കിടയിൽ കൊടുങ്കാറ്റ് എത്തിച്ചേർന്നപ്പോൾ കന്നുകാലികളും ചെമ്മരിയാടുകളും പാറക്കെട്ടുകൾക്കിടയിൽ അഭയം തേടി. കാറ്റ് കൂടെ തണുത്തു വന്നു. തുമ്പിക്കൈ വണ്ണത്തിൽ മഴ പെയ്യാനും തുടങ്ങി. കാട്ടുമൃഗങ്ങൾ പേടിച്ചു വിറച്ചുകൊണ്ട് താന്താങ്ങളുടെ ഗുഹകളിൽ ചുരുണ്ടുകൂടി. ആകാശവാസികളായ ദേവന്മാർ താഴെ നോക്കിയപ്പോൾ സുന്ദരവും പ്രകാശമാനവുമായ ആ സമതലങ്ങൾക്ക് മീതെ കാർമുകിലുകൾ തങ്ങി നിൽക്കുന്നതല്ലാതെ മറ്റൊന്നും കണ്ടില്ല. അവർക്ക് അതിയായ വ്യസനമായി. ത്യാമറ്റ് അപ്സുവിനോട് വിളിച്ചു ചോദിച്ചു, ഇനി എന്ത് ചെയ്യണം? ദേവന്മാരുടെ സൽപ്രവൃത്തികളെ മുടക്കാൻ ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടത്? അപ്സു തൻ്റെ പ്രധാന ഉപദേഷ്ടാവായ മൂവിനോട് പര്യാലോചിച്ചു. കറുത്തിരണ്ട ആ രാക്ഷസൻ പറഞ്ഞു, ദേവന്മാർ ശക്തന്മാർ തന്നെയെങ്കിലും അവരെക്കാളും ശക്തന്മാരാണ് നമ്മൾ. നമുക്കവരെ നിഷ്പ്രയാസം യുദ്ധത്തിൽ തോൽപ്പിക്കാം. ഞാൻ ദേവന്മാരുമായി യുദ്ധം ചെയ്യാം, അപ്സു പ്രഖ്യാപിച്ചു. ദേവന്മാരുടെ ഇടയിൽ ഒരു വലിയ മന്ത്രവാദി ഉണ്ടായിരുന്നു. അയാളുടെ പേര് യാ. അയാൾ അപ്സുവും മൂമുവും രഹസ്യമായി കൂടിയാലോചന നടത്തുന്നിടത്തേക്ക് ചെന്നു. അയാൾ വന്നത് രാക്ഷസന്മാർ കണ്ടില്ല. കാര്യമറിയുന്നതിന് മുമ്പ് അവർ ബന്ധനസ്ഥരാക്കപ്പെട്ടു. യായുടെ കയ്യിൽ ഒരു മാന്ത്രിക വലയുണ്ടായിരുന്നു. അപ്സുവിൻ്റെയും മൂമുവിൻ്റെയും മീതെ വീശി മുറുകെ പിടിച്ചു. അതിനുള്ളിൽ അവർക്ക് ഇളകാൻ കൂടി സാധ്യമായില്ല. സന്തുഷ്ടനായി അയാൾ മടങ്ങിപ്പോയി. രാജാവും ഉപദേഷ്ടാവും ബന്ധനസ്ഥരായതിൽ റാണി പരിഭ്രാന്തയായി. അവൾ കിങ്ഗ്ലു രാക്ഷസ രാജകുമാരനെ വിളിച്ചു പറഞ്ഞു, വന്ന് ദേവന്മാരുമായുള്ള യുദ്ധത്തിൽ എന്നെ സഹായിക്കൂ.
ഒരു കൊടുങ്കാറ്റിളക്കി വിടുന്നവനെ നീ ഞങ്ങൾക്ക് വേണ്ടി പകവീട്ടണം. തീർച്ചയായും ഞാൻ സഹായിക്കാം. നിമിഷ നേരത്തിനുള്ളിൽ തന്നെ ഞാൻ എൻ്റെ വമ്പിച്ച സേനയുമായി കൊടുങ്കാറ്റിൽ പറന്നെത്താം. ദേവന്മാരുമായി യുദ്ധം തുടങ്ങിക്കോളൂ. കിങ്ക്ലു ഉറപ്പുകൊടുത്തു. രാക്ഷസന്മാരുടെയും മറ്റ് ക്രൂര ജന്തുക്കളുടെയും സൈന്യം കൂടിച്ചേർന്നു. എണ്ണമറ്റ ഉഗ്രസർപ്പങ്ങളും ചീറുന്ന ഡ്രാഗണുകളും കോൾ പിശാചുക്കളും സിംഹരൂപികളായ പേപിടിച്ച വേട്ടനായ്ക്കളും തേൾമനുഷ്യരും മീൻമനുഷ്യരും വൻമരങ്ങളെപ്പോലുള്ള കൊമ്പുള്ള രാക്ഷസ മുട്ടാടുകളും മറ്റും നിറഞ്ഞതായിരുന്നു കിങ്ക്ലു ഒരുക്കിയ ആ വമ്പിച്ച പട. ജന്തുക്കളെല്ലാം ദേവന്മാരുമായുള്ള യുദ്ധത്തിന് ഒരുങ്ങി വന്നിരിക്കുകയാണ്. ഉടനെ തന്നെ ത്യാമറ്റ് റാണി കിങ്ക്ലുവിനെ രാക്ഷസന്മാരുടെയും പിശാചുക്കളുടെയും രാജാവായി അഭിഷേകം ചെയ്തു. ദേവന്മാരുടെ രാജാവായ ആൻഷൻ യുയോടും അപേക്ഷിച്ചു, നിങ്ങളെന്നും ഞങ്ങളെ അങ്ങേയറ്റം സഹായിച്ചിട്ടുണ്ട്. അപ്സുവിനെയും മൂമുവിനെയും നിങ്ങൾ ഒറ്റയ്ക്കാണ് കെട്ടിവരിഞ്ഞത്. ഇന്നവർ മരിച്ചിരിക്കുന്നു. ഓ മഹാനായ മാന്ത്രിക, പോയി ത്യാമറ്റിനെ കൂടി പിടിച്ചുകൊണ്ടുവരൂ. ആകാശം ഭരിക്കുന്ന നിങ്ങളുടെ മകൻ അനു ആദ്യം പോകട്ടെ, പിന്നെ ഞാൻ പോകാം, യാ പറഞ്ഞു. എന്നാൽ അങ്ങനെയാകട്ടെ, ആൻഷൻ പറഞ്ഞു. അനു ഡ്രാഗണുമായി ഏറ്റുമുട്ടട്ടെ. ത്യാമറ്റ് ഇരിക്കുന്നിടത്തേക്ക് അനു ചെന്നു. പക്ഷേ അവളുടെ ഡ്രാഗൺ രൂപവും ചീറ്റലുകളും അവളുടെ പുകവിടലും കണ്ട് പേടിച്ച് രണ്ടുപേരും പിന്തിരിഞ്ഞു. പിന്നീട് പോയ യായും പേടിച്ച് പിന്തിരിഞ്ഞു. ത്യാമറ്റിൻ്റെ അടുത്ത് ചെല്ലാൻ പോലും അയാൾക്ക് കഴിഞ്ഞില്ല. ഓരോ തവണയും അയാൾ മുന്നോട്ട് ചെല്ലാൻ ശ്രമിച്ചപ്പോൾ മണത്തറഞ്ഞു. അവൾ യുദ്ധത്തിന് തയ്യാറായി നിന്നു. യാക്കുവിന് ഒരു മകനുണ്ടായിരുന്നു, പേർ മർഡൂക്ക്. അവൻ വലിയ പോരാളിയായിരുന്നു. ആൻഷൻ ആ യുവാവിനോട് അഭ്യർത്ഥിച്ചു, മകനെ, നീ യുദ്ധത്തിന് പോവുകയാണെങ്കിൽ നിന്നെ എതിർക്കാൻ ഒരു പിശാചിനും ധൈര്യം വരില്ല. ഓ ദേവരാജാവേ, കൽപ്പന പോലെ. പക്ഷെ ആദ്യം എന്നെ എല്ലാറ്റിൻ്റെയും അധിപനായി നിയമിക്കൂ, മർഡൂക്ക് ആവശ്യപ്പെട്ടു. നിന്നെ ഞാൻ രാജാവാക്കാം. എൻ്റെ സിംഹാസനത്തിൽ നീ ഇരുന്നോളൂ, ആൻഷൻ മറുപടി പറഞ്ഞു. അദ്ദേഹം തൻ്റെ ദൂതനായ ഗാർഗായെ വിളിച്ചു വരുത്തി. ത്യാമറ്റ് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കയാൽ ദേവന്മാരെല്ലാം കൊട്ടാരത്തിൽ സന്നിഹിതരാകണമെന്നുള്ള തൻ്റെ കൽപ്പന ദേവന്മാരെ അറിയിക്കാൻ ഏൽപ്പിച്ചു. ഭൂമിയിലെയും വായുവിലെയും ആകാശത്തിലെയും പാവനാത്മാക്കളടങ്ങുന്ന തങ്ങളുടെ പടയൊന്നിച്ച് ദേവന്മാർ വൈകാതെ കൊട്ടാരത്തിൽ എത്തിച്ചേർന്നു. കൊട്ടാരത്തിൽ ഒത്തുചേർന്ന് അവർ അന്യോന്യം ആലിംഗനം ചെയ്തു, ചുംബിച്ചു. അപ്പവും മീനും കഴിപ്പാൻ അവർ നിലത്തിരുന്നു. സദ്യ കഴിഞ്ഞപ്പോൾ ആൻഷൻ മർഡൂക്കിനെ വിളിച്ചു. തൻ്റെ ഇടിവെട്ടാകുന്ന ആയുധം പ്രദർശിപ്പിക്കുവാൻ ക്ഷണിച്ചു. തീജ്വാല പോലെ വെട്ടിത്തിളങ്ങുന്ന അതെടുത്ത് യുദ്ധദേവൻ തലയ്ക്ക് മീതെ ഉയർത്തിപ്പിടിച്ചു. ഓ മർഡൂക്ക്, ഇന്നു മുതൽ നീയാണ് ദേവരാജാവ്. ഇവരെല്ലാം നിന്നെ അനുസരിക്കും. നിന്റെ അതുല്യമായ ആയുധത്തിന് മുമ്പിൽ ഒരു ശത്രുവിന് പോലും നിൽക്കാനാവില്ല. എതിരാളികളെ വെട്ടിവീഴ്ത്തുകയും നമ്മുടെ ആളുകളെ കാത്തുരക്ഷിക്കുകയും ചെയ്യുക. പിന്നീട് മർഡൂക്കിൻ്റെ മാന്ത്രിക ശക്തി പരീക്ഷിക്കുകയുണ്ടായി. ദേവന്മാർ അവൻ്റെ മുമ്പിൽ ഒരു വസ്ത്രമിട്ടുകൊണ്ട് പറഞ്ഞു, അപ്രത്യക്ഷമാക്കൂ. മർഡൂക്ക് മന്ത്രം ജപിച്ചപ്പോൾ വസ്ത്രം കാണാതായി. ഇനി അത് പ്രത്യക്ഷമാക്കൂ, ദേവന്മാർ ആവശ്യപ്പെട്ടു. മർഡൂക്ക് മറ്റൊരു മന്ത്രം ജപിച്ചപ്പോൾ വസ്ത്രം പ്രത്യക്ഷമായി. ഈ യോദ്ധാവിൻ്റെ അത്ഭുതാവഹമായ മാന്ത്രിക ശക്തി കണ്ട് ദേവന്മാർക്ക് സന്തോഷമായി. അവർ ആർത്തു വിളിച്ചു, മർഡൂക്ക് രാജാവ് തന്നെ, മർഡൂക്ക് രാജാവ് തന്നെ. ആൻഷൻ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റു. മർഡൂക്ക് സിംഹാസനാരോഹണം ചെയ്തു. ദേവന്മാർ തങ്ങളുടെ പുതിയ രാജാവിനെ വണങ്ങി. അവർ പറഞ്ഞു, ഓ വീരാതിവീര, വേഗം തന്നെ ത്യാമറ്റിനെ വെട്ടിവീഴ്ത്തു. മർഡൂക്ക് ഉടനെ തന്നെ പാവനാത്മാക്കളുടെ സേനയൊരുക്കി. യുദ്ധസന്നദ്ധനായി അദ്ദേഹം തൻ്റെ വില്ലെടുത്തു. ഇടതു തോളിൽ തൂക്കിയിട്ടു. മൂർച്ചയേറിയ അസ്ത്രങ്ങൾ നിറച്ച ആവനാഴി തൂക്കിയിട്ടു. വലത്തെ കൈയിൽ ഇടിവെട്ടും ഉയർത്തിപ്പിടിച്ചു. എന്നിട്ട് തൻ്റെ 4 കുതിരകളെ പൂട്ടിയ രഥത്തിൽ ചാടിക്കയറി. ആൻഷൻ ഒരു വലിയ വലയും മർഡൂക്കിൻ്റെ ഗദയും കൊണ്ടുവന്ന് രഥത്തിൽ വെച്ചു. ഇടിമിന്നലിൻ്റെ ആത്മാവുകൾ മർഡൂക്കിൻ്റെ മുമ്പിൽ നടന്നു. 7 കാറ്റുകളുടെ ആത്മാവുകൾ അദ്ദേഹത്തോടൊപ്പം. കൊടുങ്കാറ്റ്, മണൽക്കാറ്റ്, ചുഴലിക്കാറ്റ്, 4 ചുരുളൻ കാറ്റ്, 7 ചുരുളൻ കാറ്റ്, അതുല്യൻ കാറ്റ് എന്നിങ്ങനെയാണ് അവരുടെ പേരുകൾ. ജ്വലിക്കുന്ന ഇടിവെട്ട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മർഡൂക്ക് മേഘമാലകൾക്ക് മീതെ സവാരി ചെയ്തു പോയി. 4 കുതിരകളും കാറ്റുകളെപ്പോലും പിന്നിലാക്കിക്കൊണ്ടാണ് കുതിച്ചത്. അവയുടെ വായിൽ നിന്നും നുരയൊലിച്ചുകൊണ്ടിരുന്നു. അവയുടെ കുളമ്പുകളിൽ നിന്ന് മിന്നലുകൾ ചിതറിക്കൊണ്ടിരുന്നു. യുദ്ധത്തിന് കൊതിക്കുന്ന ദേവന്മാരോടൊപ്പം സവാരി ചെയ്യുന്ന മർഡൂക്കിൻ്റെ തലയ്ക്ക് മുകളിൽ ഒരു ഉജ്ജ്വല തേജസ് തങ്ങി നിന്നിരുന്നു. ത്യാമറ്റ് ഗുഹയിൽ നിന്നും കുനിഞ്ഞ് നോക്കിയപ്പോൾ യുവദേവൻ വരുന്നതാണ് കണ്ടത്.
ആ കുടിലയായ റാണിയെ കണ്ടപ്പോൾ മർഡുക്ക് തൻ്റെ തേരാളിയോട് തീപ്പൊരി ചിതറുന്ന കുതിരകളെ മേലോട്ട് ഓടിക്കുവാൻ ആജ്ഞാപിച്ചു. ഇത് കണ്ട് ദേവന്മാർ അത്ഭുതപ്പെട്ടു. അവരുടെ കണ്ണുകളിൽ ദേവനും പരിഭ്രമവും തിങ്ങി. കാരണം മർഡുക്ക് ഡ്രാഗനെ കണ്ട് പേടിച്ചോടുകയാണെന്നാണ് അവർ തെറ്റിദ്ധരിച്ചത്. ത്യാമറ്റ് അത്യുഗ്രമായി ഗർജിച്ചുകൊണ്ട് പറഞ്ഞു, ഓ മർഡുക്ക്, നീ ഇപ്പോൾ രാജാവായിട്ടുണ്ടെങ്കിലും ഞാൻ ആദരിക്കില്ല. നിന്നെ ഞാൻ വെറുക്കുന്നു. ധിക്കാരി, ധൈര്യമുണ്ടെങ്കിൽ ദേവന്മാരുമായി യുദ്ധത്തിന് വാ. ഈ ധൈര്യം നിറഞ്ഞ വാക്കുകൾ ത്യാമറ്റിനെ കലശലായി ദേഷ്യം പിടിപ്പിച്ചു. അവൾ ചീറ്റുകയും ആകാശത്തോളം പുക വിടുകയും ചെയ്തു. ഇരുമ്പിനേക്കാൾ കടുപ്പമേറിയ തൻ്റെ തോൽ തുളയ്ക്കുവാൻ ശക്തമായ ഒരായുധവുമില്ലെന്നുറപ്പുള്ള അവൾ വാവിളർത്തി ശത്രുക്കളെ അപ്പാടെ വിഴുങ്ങാനായി മുന്നോട്ട് കുതിച്ചു. അപ്പോൾ മർഡുക്ക് 7 കാറ്റുകളുടെ ആത്മാക്കളോട് അവളെ എതിരിടുവാൻ ആജ്ഞാപിച്ചു. അവളുടെ വായ ഇനി പൂട്ടാനാകാത്ത വിധം കൊടുങ്കാറ്റുകളെ കൊണ്ട് നിറയ്ക്കൂ. കാറ്റുകൾ മുന്നോട്ട് കുതിച്ചു. ആ ഡ്രാഗൺ റാണിയുടെ പിളർന്ന വായിലേക്ക് ആഞ്ഞു വീശി. തനിക്ക് വാ പൂട്ടാനാവില്ലെന്ന് റാണി വേദനയോടെ മനസ്സിലാക്കി. ഇത്തരത്തിൽ മർഡുക്ക് തൻ്റെ ഇടിവെട്ടിനെ അവളുടെ വായിലേക്ക് ആഞ്ഞെറിഞ്ഞു. തങ്ങളുടെ കൺമുമ്പിൽ വെച്ച് റാണി കൊല്ലപ്പെട്ടത് കണ്ടപ്പോൾ ഡ്രാഗനെ പിന്തുടർന്ന രാക്ഷസന്മാരും ജന്തുക്കളും പിശാചുക്കളും പേടിച്ചു വിറച്ച് നിലവിളിച്ചുകൊണ്ട് പിന്തിരിഞ്ഞോട്ടമായി. പക്ഷേ ഇതിനിടയിൽ മർഡുക്ക് തൻ്റെ വല വീശി എറിഞ്ഞിരുന്നതിനാൽ വളരെ പേരെ പിടികിട്ടി. തട്ടിത്തടഞ്ഞു വലയിൽപ്പെട്ട അവരെ പാരവശ്യത്തോടെ മുറവിളി കൂട്ടി. അവരുടെ ദീനരോധനം കൊണ്ട് ഭൂവൊട്ടാകെ മുഴങ്ങി. മർഡൂക്കിൻ്റെ വില്ലിൽ നിന്നും ഉതിർന്ന മൂളിപ്പായുന്ന അമ്പുകളേറ്റ് മറ്റുള്ളവരെല്ലാം ചത്തുവീണു. ഇങ്ങനെ മർഡൂക്ക് തങ്ങളുടെ ശത്രുക്കളെ വകവരുത്തുന്നത് കണ്ട് ദേവന്മാർ ആർത്തുല്ലസിച്ചു. എന്നിട്ടവർ വലയിൽ കുടുങ്ങിയ ത്യാമറ്റിൻ്റെ അനുചരന്മാരുടെ ആയുധങ്ങൾ നശിപ്പിക്കുന്നതിൽ അദ്ദേഹത്തെ സഹായിച്ചു. ചിലരെ അവർ വരിഞ്ഞു കെട്ടിനിർത്തി. ദേവരാജാവിനോട് ഇനിമേൽ വിശ്വസ്തരും ആദരവുള്ളവരാകുമെന്ന് സത്യം ചെയ്തവരെയെല്ലാം സ്വതന്ത്രരാക്കി വിട്ടു. തേൾ മനുഷ്യർ, ഡ്രാഗണുകൾ, കൂറ്റൻ നായാട്ടു നായ്ക്കൾ, രാക്ഷസ മുട്ടാടുകൾ, മീൻ മനുഷ്യർ ഇവരെല്ലാം നിർദ്ദയം കൊല്ലപ്പെട്ടു. ഒടുവിൽ പുതിയ യുവരാജാവ് ദേവന്മാർക്കോരോരുത്തർക്കും പ്രത്യേകം പ്രത്യേകം പണിയേൽപ്പിച്ചു. ചിലരുടെ പണി കടലിനെയും സമുദ്രങ്ങളെയും നിയന്ത്രിക്കുകയായിരുന്നു. ആകാശത്തിൻ്റെ കാവൽക്കാരായി നിയമിക്കപ്പെട്ടിട്ടുള്ള മറ്റുള്ളവരാണ് മേലെ നക്ഷത്രങ്ങളായി തിളങ്ങുന്നത്. ദീപ്തിമത്തായ ജൂപ്പിറ്ററിനെയാണ് മർഡുക്ക് തൻ്റെ നക്ഷത്രമായി തിരഞ്ഞെടുത്തത്. രാത്രിയെ ഭരിക്കുവാൻ ഒരു ദേവനെ ചന്ദ്രനിലും പകലിനെ ഭരിക്കുവാൻ ഒരു ദേവനെ സൂര്യനിലും അദ്ദേഹം നിശ്ചയിച്ചു. പിന്നീട് ആകാശത്തിനു മീതെ വലവീശി എറിഞ്ഞു. ക്ഷീരപദം എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. നക്ഷത്രങ്ങൾക്കിടയിലായി തൻ്റെ വില്ലിനെയും അദ്ദേഹം നാട്ടി. അതാണ് ആർച്ചർ നക്ഷത്ര സമൂഹം. ഷൂമർ താഴ്വരയിൽ വന്നു നോക്കിയപ്പോൾ മർഡുക്ക് ലോകത്തെയെല്ലാം വേണ്ട പോലെ വെച്ചതായും തങ്ങൾക്ക് നിവസിക്കാൻ അനുയോജ്യമാം വിധം സുന്ദരമായിരിക്കുന്നതായുമാണ് ജനങ്ങൾ കണ്ടത്. ആഹ്ലാദം കൊണ്ട് മതിമറന്ന അവർ മർഡൂക്കിനെ അത്യുച്ചത്തിൽ പാടി സ്തുതിച്ചു. കൂടാതെ ബാബിലോൺ നഗരത്തിൽ അദ്ദേഹത്തിനായി ഒരമ്പലവും പണികഴിപ്പിച്ചു. ഓരോ കാലഘട്ടത്തിലും ഓരോ പുരാണങ്ങളും ദൈവസങ്കല്പങ്ങളുമൊക്കെ രൂപപ്പെട്ടിരുന്നു. അത്തരത്തിലുള്ള ഇറാഖിലുള്ള ഒരു കഥയാണ് നമ്മളിപ്പോൾ കേട്ടത്. നമ്മളിപ്പോൾ ആ പ്രദേശങ്ങളിൽ ഉള്ള മതങ്ങളൊക്കെ രൂപം കൊള്ളുന്നതിന് മുമ്പേ വേറെ ചില മതങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ചില ബാക്കി പത്രങ്ങളുമൊക്കെ ഉണ്ട്, അവശേഷിപ്പുകളും. അതിൽ നിന്നൊക്കെ ശേഖരിച്ച ഒരു കഥയാണ് ഇപ്പോൾ കേട്ടത്. ഓരോ കാലത്തും ഓരോ ദൈവങ്ങളും മതങ്ങളുമൊക്കെ അല്ലെങ്കിൽ ഇസങ്ങളുമൊക്കെ രൂപം കൊള്ളും. കുറേ കാലം അത് മനുഷ്യർ കൊണ്ട് നടക്കും. പിന്നെ പുതിയ മതങ്ങൾ രൂപപ്പെടും. അതാണ് ചരിത്രം. ചരിത്രത്തിന് ഓരോ മതത്തിനും ഓരോ കാലഘട്ടമുണ്ട്, അല്ലേ? ഓരോ മതം രൂപപ്പെട്ടത് ഓരോ കാലഘട്ടത്തിലാണ്. 5000 വർഷം പഴക്കമുള്ള മതങ്ങളുണ്ട്, 3000 വർഷം പഴക്കമുള്ള മതങ്ങളുണ്ട്, അല്ലേ? 2000 വർഷം പഴക്കമുള്ള മതമുണ്ട്. ഒരു മതങ്ങളുടെ ചരിത്രം എടുത്താൽ അതിനൊക്കെ ഇത്ര 1000 വർഷങ്ങളുടെയൊക്കെ കണക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ മതങ്ങളൊക്കെ പിറക്കുന്നതിന് എത്രയോ മുമ്പ് മനുഷ്യർ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ള വസ്തുതയും നമ്മൾ മറക്കരുത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കഥാസാരം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കുക, പുതിയൊരു കഥയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ. സൈനിങ് ഓഫ്, ബോണി.